കൂട്ടുകാരെ, അപ്പോൾ ദേ കഴിഞ്ഞ വീഡിയോയിൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോയിട്ട് അടുക്കളയിൽ പോയി പണി ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ എന്ന്. പിന്നെ തീർച്ചയായിട്ടും ചെയ്യാമോ എന്ന് ചോദിക്കേണ്ട താമസമുള്ളൂ, അപ്പം തന്നെ ഞാൻ ചെയ്യൂലേ. അങ്ങനെ ദേ നമ്മൾ ഇന്ന് വേണ്ട സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുക്കളയിൽ പറയണ പോലെ ആയിട്ടുണ്ട്. അതിന് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രി എന്ന് പറയണ പോലെ ആയല്ലേ. നമ്മുടെ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലെന്നേ. നമ്മുടെ പോൺസിൻ്റെ ഒരു ക്രീമും പിന്നെ നമ്മുടെ ഒരു സീക്കയുടെ ഒരു സൺസ്ക്രീമുമാണ് എപ്പോഴും തേക്കണത്. അത് തന്നെ അങ്ങോട്ട് എടുത്തിട്ട് അറിഞ്ഞും മുറിഞ്ഞും അങ്ങോട്ട് വാരി തേക്കുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളി വീഴാൻ പോകുന്നുണ്ട്. വെള്ളി വീഴണേക്കുമ്പോൾ എന്നെ പിടിച്ച് നിർത്തിയതാണ് കണ്ടത്. അങ്ങനെ നമ്മുടെ സീക്കയുടെ ക്രീമൊക്കെ തേക്കുമ്പോഴേക്കും സീക്കയ്ക്ക് പരസ്യമൊന്നും കൊടുക്കണതല്ല കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, കാരണം വെയിലത്ത് എന്നെ സംരക്ഷിക്കണത് ഇപ്പോൾ അതാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ ചെറുക്കൻ വന്നിട്ട് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ചെറുക്കൻ വന്ന് അവിടെ എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. എന്താണ് ഈ കാണിക്കണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഐലൈനർ കൊണ്ട് എഴുതേണ്ടതിന് പകരമാണ് ഞാൻ ഈ പെൻസിലും കൊണ്ട് എഴുതേണ്ടത് കേട്ടോ. ഐലൈനർ എനിക്കത്ര വശമില്ല, കാരണം ഞാൻ ഒത്തിരി മേക്കപ്പുകളും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതേ മുഖത്താണെങ്കിൽ ഉദിച്ച ചന്ദ്രനെ പോലെ 2 കുരുക്കളും വന്ന് നിൽപ്പുണ്ട്. ഒന്നും നോക്കിയില്ല, കുറച്ച് ക്രീമൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഐടെക്സിൻ്റെ പൊട്ടില്ലാത്ത പരിപാടിയില്ല. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് നമ്മുടെ ലിപ് ബാമൊക്കെ തേച്ച് പിന്നെ ഒരു ചെറിയ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. എന്തായാലും എല്ലാവരും പറഞ്ഞതല്ലേ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങോട്ട് പരിഘോഷിതപരമാകട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തതേ അങ്ങനെയൊക്കെ ശരിയായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ലിപ്സ്റ്റിക്ക് ഞാൻ തീർക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത്ര വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല കേട്ടോ. വേറെ ഏതത്രയും അധികം ഉപയോഗിക്കാറില്ല. ഊത് എനിക്ക് ഭയങ്കര ഒരു വികാരമാണ് ഊത്. അങ്ങനെ പിന്നെ നമ്മുടെ കാർക്കൂന്തലൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒത്തിരി മുടിയുള്ളത് കൊണ്ടേ പിന്നെ ചീകി വെന്നിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റായിട്ട് എൻ്റെ വരുതിക്ക് വന്നോളൂ കേട്ടോ. അങ്ങനെ മുടി ചീകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സിനെ കുറിച്ച് പറയാൻ മറന്നു പോയിട്ടാ. ഞാനൊരു വൈറ്റ് കളറ് ടീഷർട്ടും പിന്നെ നമ്മുടെ ഒരു സ്കേർട്ടുമാണ് ഇട്ടേക്കണം. ഈ സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ സ്കേർട്ടിനൊപ്പം ഞാൻ എല്ലാത്തരം ടീഷർട്ടുകൾ ഇട്ടിട്ട് എൻ്റെ ഷോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടാ. ടാറ്റാ.